അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബദർ ശുഹദാക്കൾ റളിയല്ലാഹു അൻഹും. ഹിജ്റയുടെ 2-ാം വർഷം റമളാൻ മാസം 17-നാണ് ബദർ യുദ്ധം നടക്കുന്നത്. വിശുദ്ധ ദീനിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നോമ്പുകാരായിക്കൊണ്ട് ബദറിൻ്റെ പോർക്കളത്തിലിറങ്ങിയ അതിശ്രേഷ്ഠരായ സ്വഹാബിമാരാണ് ബദരീങ്ങൾ. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെയും അതിപ്രാധാന്യവുമായ സുപ്രധാന യുദ്ധമാണ് ബദർ യുദ്ധം. 313 സ്വഹാബിമാരാണ് പങ്കെടുത്തത്. അവരിൽ 14 സ്വഹാബിമാർ രക്തസാക്ഷികളായി. അവരാണ് ബദർ ശുഹദാക്കൾ റളിയല്ലാഹു അൻഹു. ബദർ ശുഹദാക്കളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അവരിൽ 1 ഉബൈദത്ത് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. 2 ഉമൈർ ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു. 3 ദുശ്ശിമാലൈനി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. 4 ആഖിൽ ഇബ്നു ബുഖൈർ റളിയല്ലാഹു അൻഹു. 5 മിഹ്ജവ് ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു. 6 സഫ്വാൻ ഇബ്നു ബൈലാ റളിയല്ലാഹു അൻഹു. 7 സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു അൻഹു. 8 മുബശ്ശിർ ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു. 9 യസീദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. 10 ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു. 11 റാഫി ഇബ്നു മുഅല്ല റളിയല്ലാഹു അൻഹു. 12 ഹാരിസത്ത് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു. 13 ഔഫ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. 14 മുഅവ്വിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബറക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അവരിൽ 1 ഉബൈദത്ത് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. മുസ്ലിം സൈന്യവും ശത്രു സൈന്യവും മുഖാമുഖം നിൽക്കുന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കും അഥവാ പൊളിക്കും, അല്ലെങ്കിൽ അവിടെ മരിക്കും എന്ന പ്രതിജ്ഞയും പോർവിളിയുമായി ശത്രുപക്ഷത്തു നിന്ന് അസ്വദുൽ മഖ്സൂമി ആളിലേക്ക് ചീറിയെടുക്കുന്നു. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അവനെ നേരിടുന്നു, കൊലപ്പെടുത്തുന്നു. പിന്നെ ഉത്ബത്താണ് മുന്നോട്ട് വരുന്നത്. അവൻ്റെ കൂടെ സഹോദരൻ ഷൈബത്തും മകൻ വലീദുമുണ്ട്. ഞങ്ങളെ നേരിടാൻ ആരുണ്ട്? അവൻ്റെ ഉഗ്രൻ പോർവിളി. അൻസ്വാരികളിൽപ്പെട്ട 3 യുവാക്കൾ മുമ്പോട്ട് വന്നു. അവർ അഫ്റാ എന്ന മഹദിയുടെ പുത്രന്മാരായ മുഅവ്വിദ്, മുആദ്, ഔഫ് എന്നിവരായിരുന്നു. ഉത്ബത്ത് ചോദിച്ചു, നിങ്ങളാരാണ്? അവർ അൻസ്വാരികളാണെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകുക, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ കുടുംബക്കാരുണ്ടവിടെ, അവരെ ഞങ്ങളോട് കിടയുക്കുകയുള്ളൂ. അവർ തിരിച്ചു പോന്നു. ഉബൈദത്ത്, ഹംസ, അലി എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് മുമ്പോട്ട് വന്നു. ഉത്ബത്തിൻ്റെ മകൻ വലീദിനെ അലി റളിയല്ലാഹു അൻഹു നേരിട്ടു. കൂട്ടത്തിൽ പ്രായം കുറഞ്ഞവർ അവരായിരുന്നു. കടുത്ത പോരാട്ടം. വലീദിനെ അലി റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തി. പിന്നെ ഹംസ റളിയല്ലാഹു അൻഹുവും ഷൈബത്തും തമ്മിലായി പോരാട്ടം. ഷൈബത്തിനെ ഹംസ റളിയല്ലാഹു അൻഹുവും കഥ കഴിച്ചു. പിന്നെ ഉത്ബത്തിനെ നേരിട്ടത് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു. കൂട്ടത്തിൽ പ്രായം കൂടിയവർ അവരായിരുന്നു. പോരാട്ടത്തിനിടയിൽ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ വെട്ട് ഉത്ബത്തിൻ്റെ ചുമലിൽ പതിച്ചു. ഉത്ബത്തിൻ്റെ വെട്ട് ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിലും. 2 പേരും നിലം പതിച്ചു. ഹംസ, അലി എന്നിവർ ഉത്ബത്തിനെ കൊലപ്പെടുത്തി. കുട്ടികളൊന്നും ഞങ്ങൾക്കതിൽ പ്രശ്നമല്ല എന്ന അബൂ ത്വാലിബ് ചൊല്ലിയ ഈരടികൾ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അബൂ ത്വാലിബ് ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് അന്വർത്ഥമാക്കിയതിന് ഏറ്റവും അർഹൻ ഞാനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുമായിരുന്നു. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, നബിയെ, യുദ്ധക്കളത്തിൽ വെച്ചല്ല ഞാൻ മരിക്കുന്നതെങ്കിൽ ഞാൻ ഷഹീദാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, ഞാൻ അതിന് സാക്ഷിയാണ്. തൻ്റെ കാൽ ശത്രുക്കൾ വെട്ടിമാറ്റിയെങ്കിലും തനിക്ക് മുസ്ലിമാവാൻ സൗഭാഗ്യം ലഭിച്ചതും ഇസ്ലാമിൻ്റെ പേരിൽ ത്യാഗം വരിക്കാൻ അവസരം ലഭിച്ചതിലും അദ്ദേഹം അഭിമാനം രേഖപ്പെടുത്തിക്കൊണ്ട് തദവസരം അദ്ദേഹം ചൊല്ലിയ ഈരടികൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ബദറിൻ്റെയും മദീനയുടെയും ഇടക്കുള്ള സഫ്രാ എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. അവിടെ തന്നെയാണ് അദ്ദേഹം മറവ് ചെയ്യപ്പെട്ടതും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖബറിലിറങ്ങിയത്. ഇത് അദ്ദേഹത്തിനു ലഭിച്ച ബഹുമതിയാണ്. ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ബനുൽ മുത്തലിബാണ് അദ്ദേഹത്തിൻ്റെ ഗോത്രം. അബുൽ ഹാരിസ് എന്നാണ് ഓമനപ്പേര്. അബൂ മുആവിയ എന്നാണെന്നും ഒരു അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 10 വയസ്സ് കൂടുതലുണ്ട് അദ്ദേഹത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാറുൽ അർക്കമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിരുന്നു. 2. ഉമൈർ ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയ പ്രഥമഘട്ടത്തിൽ തന്നെ തൻ്റെ കുട്ടിപ്രായത്തിൽ ഇസ്ലാം വിശ്വസിച്ചു. സുപ്രസിദ്ധ സ്വഹാബി സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ്. രണ്ടുപേരും ഒന്നിച്ച് ബദറിലേക്ക് നടന്നു നീങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടിയിൽ പെടാതിരിക്കാൻ ആളുകൾക്കിടയിലൂടെ ഒളിഞ്ഞും മറിഞ്ഞുമാണ് ഉമൈർ റളിയല്ലാഹു അൻഹു നടക്കുന്നത്. ഇത് കണ്ട് സഹോദരൻ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ സഹോദര ഇങ്ങനെ നടക്കുന്നത്? ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെറുപ്പമായതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ കണ്ടാൽ തിരിച്ചയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്കാണെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹവുമുണ്ട്. എനിക്ക് അള്ളാഹു രക്തസാക്ഷിത്വം പ്രദാനം ചെയ്തെങ്കിലോ? ആശങ്കപ്പെട്ട പോലെ ഉമൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടിയിൽപ്പെട്ടു. തിരിച്ചു പോകാൻ അവിടുന്ന് നിർദ്ദേശിച്ചു. ഉമൈർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. അത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുമതി നൽകി. സഹോദരൻ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമൈർ ചെറുപ്പമായതുകൊണ്ട് അവന് വാൾച്ചട്ട കെട്ടിക്കൊടുത്തത് ഞാനാണ്. ഉമൈർ രണാങ്കണത്തിൽ ധീരെ യുദ്ധം ചെയ്തു. രക്തസാക്ഷിയായി. തൻ്റെ ആഗ്രഹം പൂവണിഞ്ഞു. അന്ന് അദ്ദേഹത്തിന് 16 വയസ്സായിരുന്നു. ആസിം ഇബ്നു സഈദാണ് കൊലപ്പെടുത്തിയത്. അംർ ഇബ്നു വുദ്ദാണ് കൊലപ്പെടുത്തിയതെന്നും ഒരു അഭിപ്രായമുണ്ട്. ഈ അംർ ഇബ്നു വുദ്ദിനെ ഖന്തക്കിൽ വെച്ച് അലി റളിയല്ലാഹു അൻഹു പിന്നീട് കൊലപ്പെടുത്തുകയുണ്ടായി. 3. ദുശ്ശിമാലൈനി റളിയല്ലാഹു അൻഹു. ബനു സുഹ്റദ് ഗോത്രക്കാരുമായി സഖ്യമുണ്ടായിരുന്നു. ഉമൈർ ഇബ്നു അബ്ദു അംർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അബൂ മുഹമ്മദ് എന്നാണ് ഓമനപ്പേര്. ദുശ്ശിമാലേനി എന്നത് വിളിപ്പേരാണ്. 2 ഇടതു കരങ്ങളുള്ളവൻ എന്നാണ് വാക്കിനർത്ഥം. 2 കൈകൾ കൊണ്ടും ഒരുപോലെ ജോലി ചെയ്തിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് വന്നത്. ഉസാമത്തുൽ ഹബഷി എന്ന ശത്രുവിൻ്റെ കരങ്ങൾ കൊണ്ടാണ് അദ്ദേഹം വഫാത്തായത്. 4. ആഖിൽ ഇബ്നു ബുഖൈർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നവരിൽ പെടുന്നു. ദാറുൽ അർക്കമിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്ത് ചെയ്യുന്നത്. അദ്ദേഹവും തൻ്റെ സഹോദരന്മാരായ ആമിർ, ഇയാസ്, ഖാലിദ് എന്നിവരും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. അദ്ദേഹം രക്തസാക്ഷിയായി. ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് ഗാഫിൽ അതായത് അശ്രദ്ധൻ എന്നായിരുന്നു നാമം. ഇസ്ലാമിൽ വന്ന ശേഷം ആഖിൽ അതായത് ബുദ്ധിമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേര് മാറ്റി. രക്തസാക്ഷിയാകുമ്പോൾ അദ്ദേഹത്തിന് 34 വയസ്സായിരുന്നു. 5. മിഹ്ജർ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു. 2 സൈന്യവും നേർക്കുനേരെ കൂട്ടപ്പോരാട്ടം തുടങ്ങിയ ശേഷം മുസ്ലിങ്ങളിൽ നിന്ന് ആദ്യമായി രക്തസാക്ഷിയായത് മിഹ്ജർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആമിർ ഇബ്നുൽ ഹളറമി എന്ന ശത്രുവിൻ്റെ അസ്ത്രമേറ്റാണ് അദ്ദേഹം രക്തസാക്ഷിയായത്. രക്തസാക്ഷികളുടെ നേതാവാണ് മിഹ്ജർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ച അടിമകളിൽ പെടുന്നു അദ്ദേഹം. 6. സഫ്വാൻ ഇബ്നു ബൈളാ റളിയല്ലാഹു അൻഹു ബനുൽ ഹാരിസ് ഗോത്രക്കാരനാണ്. മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെയും റാഫി ഇബ്നു അജ്ലാൻ എന്ന അൻസ്വാരി സഹാബിയുടെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. സഹോദരൻ സുഹൈൽ ഇബ്നു ബൈളായിനോടൊപ്പമാണ് അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തത്. തുഐമത്ത് ഇബ്നു അദിജ് എന്ന ശത്രുവിൻ്റെ കരങ്ങൾ കൊണ്ടാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു ഷഹീദായത്. 7. സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലേക്ക് പുറപ്പെടുകയാണ്. സഅദും പിതാവ് ഖൈസമത്തും യുദ്ധത്തിന് പോകാനൊരുങ്ങി. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. 2 പേരും കൂടി പുറപ്പെടേണ്ട എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട്. ഓരോരുത്തർക്കും പോകണം. അവസാനം തർക്കമായി. പിതാവ് പറഞ്ഞു, നമ്മിൽ 2-ൽ-1 ഇവിടെ നിൽക്കാതെ നിർവാഹമില്ല. അതുകൊണ്ട് വീട്ടുകാരോടൊപ്പം നീ ഇവിടെ താമസിക്കുക, ഞാൻ യുദ്ധത്തിന് പോകട്ടെ. എന്നാൽ മകൻ പറഞ്ഞു, സ്വർഗമല്ലാതെ മറ്റൊന്നായിരുന്നു പ്രശ്നമെങ്കിൽ താങ്കളെ ഞാൻ തിരഞ്ഞെടുക്കുകയും എന്നെ ഞാൻ ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നു. ഈ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 2 പേരും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നത് കാരണം നറുക്കെടുപ്പ് വേണ്ടി വന്നു. മകനാണ് നറുക്ക് വീണത്. അദ്ദേഹം ബദറിലേക്ക് പോയി രക്തസാക്ഷിയായി. പിതാവ് പിന്നീട് ഉഹദ് യുദ്ധത്തിൽ വെച്ചാണ് ഷഹീദായത്. സഅദ് റളിയല്ലാഹു അൻഹു അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത മഹാനാണ്. 8. മുബശ്ശിർ ഇബ്നു അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻഹു. ഔസ് ഗോത്രക്കാരനാണ്.
തൻ്റെ സഹോദരൻ അബൂ ലുബാബത്തിനൊപ്പം അദ്ദേഹം യുദ്ധത്തിനെത്തി രക്തസാക്ഷിയായി. സഹോദരൻ അബൂ ലുബാബത്ത് പിൽക്കാലത്ത് നടന്ന ഖൈബർ യുദ്ധത്തിലാണ് രക്തസാക്ഷിയായത്. 9. യസീദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ഖസ്റജി ഗോത്രക്കാരനാണ്. അദ്ദേഹത്തിൻ്റെയും മുമ്പ് പറഞ്ഞ ദുശ്ശിമാലൈനി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദര്യ ബന്ധം സ്ഥാപിച്ചിരുന്നു. 10. ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ഖസ്റജി ഗോത്രക്കാരനായ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെയും മുഹാജിർ സ്വഹാബിയായ ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദര്യ ബന്ധം സ്ഥാപിച്ചിരുന്നു. ബദറിൽ വെച്ച് യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആകാശഭൂമികളുടെ എത്ര വിശാലമായ സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കൂ. ഇത് കേട്ടിയുടൻ ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹിൻ ബഹിൻ, അതായത് ബേഷ് ബേഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇത് പറയാൻ നിന്നെ പ്രേരിപ്പിച്ചതെന്താണ്? അദ്ദേഹം പറഞ്ഞു, ആ സ്വർഗവാസികളിൽ ഉൾപ്പെടണമെന്ന ആഗ്രഹം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നാൽ നീ അവരിൽ പെട്ടവൻ തന്നെയാണ്. തൻ്റെ തുകൽ സഞ്ചിയിൽ നിന്ന് ഏതാനും കാരക്കകൾ പുറത്തെടുത്തു തിന്നാൻ തുടങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ കാരക്കകൾ മുഴുവൻ ഞാൻ തിന്നാൻ നിൽക്കുകയാണെങ്കിൽ അത് നീണ്ടൊരു ജീവിതകാലമാകും. കാരക്കകൾ മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിലെത്തി ശക്തമായി പോരാടി ഷഹീദാവുകയായിരുന്നു. 11. റാഫി ഇബ്നു മുഅല്ല റളിയല്ലാഹു അൻഹു. അബൂ സഈദ് എന്നാണ് ഓമനപ്പേര്. ഖസ്റജി ഗോത്രക്കാരനാണ്. അബൂജഹലിൻ്റെ മകൻ ഇക്രിമത്താണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. 2 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12. ഹാരിസത്ത് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു ഖസ്റജി ഗോത്രക്കാരനാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃ സഹോദരി റുബയ്യ ആണ് മാതാവ്. പിതാവ് സുറാഖത്ത് പ്രസിദ്ധ സ്വഹാബിയാണ്. ഖന്തഖ് യുദ്ധത്തിലാണ് സുറാഖ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായത്. അൻസാരികളിൽ നിന്ന് ആദ്യമായി രക്തസാക്ഷിയാകുന്നത് ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവാണ്. അബ്ബാനുൽ അരിഖത്ത് എന്ന ശത്രുവിൻ്റെ അസ്ത്രം തൊണ്ടക്കുഴിയിൽ പതിച്ചാണ് അദ്ദേഹം ഷഹീദാകുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവ് റുബയ്യ റളിയല്ലാഹു അൻഹു തിരുസന്നിധിയിൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഹാരിസത്തും ഞാനും തമ്മിലുള്ള ബന്ധം അങ്ങേക്കറിയാമല്ലോ. അവൻ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിക്കുകയും അല്ലാഹു ജല്ല ജലാലുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യും. മറ്റൊന്നാണെങ്കിൽ ഞാൻ എന്തു ചെയ്യുമെന്ന് താങ്കൾക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മകൻ നഷ്ടപ്പെട്ട മാതാവേ, അത് ഒരു സ്വർഗം മാത്രമാണോ? ഏറെ അധികമുണ്ട് സ്വർഗം. നിങ്ങളുടെ മകൻ ഫിർദൗസ് എന്ന ഏറ്റവും ഉന്നത സ്വർഗത്തിലാണ്. 13. ഔഫ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു അഫ്രാഇൻ്റെ പുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അഫ്രാ നജ്ജാഷി വംശജയാണ്. തൻ്റെ 7 പുത്രന്മാർ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഔഫ്, മുഅവ്വിദ് എന്നിവർ ബദറിൽ ഷഹീദായി. ഹിജ്റയുടെ മുമ്പ് നടന്ന 2 അഖബ ഉടമ്പടികളിലും ഔഫ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിരുന്നു. പ്രഥമ അഖബയിൽ പങ്കെടുത്ത 6 പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ബദറിൽ വെച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റബ്ബിനെ തൻ്റെ അടിമ സന്തോഷിപ്പിക്കുന്നതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മറയില്ലാതെ, അതായത് അങ്കിയില്ലാതെ തുറന്ന കൈകൾ ശത്രുക്കളിൽ മുക്കലാണ്. ഉടൻ താൻ അണിഞ്ഞിരുന്ന പടയങ്കി അഴിച്ചു ദൂരിയെറിഞ്ഞ് വാളെടുത്ത് യുദ്ധക്കളത്തിലിറങ്ങി ധീരധീരമായി പടപൊരുതി രക്തസാക്ഷിയായി. 14. മുഅവ്വിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. മുൻ വിവരിച്ച ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. അഖബ ഉടമ്പടിയിൽ തൻ്റെ സഹോദരന്മാരായ ഔഫ്, മുആദ് എന്നിവരോടൊപ്പം പങ്കെടുത്തു. ബദറിലും ഈ സഹോദരന്മാരോടൊപ്പമാണ് എത്തിച്ചേർന്നത്. അബൂജഹലിനെ കൊലപ്പെടുത്തിയ ശേഷം പടപൊരുതി ഷഹീദായി. എല്ലാ ബലാവും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബർക്കത്തിനാൽ എമൈക്കാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ഷിഫയാക്കണം യാ റബ്ബനാ. ദാഹം മൗത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം ലഈൻ അവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്.